ഹായ് വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ. 5ാം ക്ലാസ്സിലെ യൂണിറ്റ് 2 ഇംഗ്ലീഷ് യൂണിറ്റ് 2 ലെറ്റർ ടു ഗോഡിലെ എ നൈറ്റ് ഓഫ് സോറോ എന്ന് പറയുന്ന 2ാം പാർട്ടാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എ നൈറ്റ് ഓഫ് സോറോ ഒരു ദുഃഖത്തിൻ്റെ രാത്രി എന്നുള്ള അർത്ഥമാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദി ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവേഴ്സ് ഡ്രേപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. ഈ ലഞ്ചോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചോളത്തിലൊക്കെ മഴ പെയ്ത കാരണം ഒരു മൂടൽ പോലെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് ചോളത്തിൻ്റെ പൂവിലൊക്കെ. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻ ബിഗാൻ ടു ബ്ലോ. പെട്ടെന്ന് അതിന് മുന്നേ അതിലൊരു ഡ്രൈപ്ഡ് എന്നുള്ള അർത്ഥമുണ്ട്. ഡ്രൈപ്പ് എന്ന് പറഞ്ഞാൽ പൊതിയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബട്ട് സഡൻലി എ സ്ട്രോങ് വിൻ ബിഗാൻ ടു ബ്ലോ. പക്ഷെ പെട്ടെന്നൊരു സ്ട്രോങ് ശക്തിയായിട്ടുള്ളൊരു കാറ്റ് വീശാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ. ഹെയിൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആലിപ്പഴം വലിയ ആലിപ്പഴങ്ങളൊക്കെ വീഴാൻ തുടങ്ങി. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ. ഇത് ശരിക്കും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്ക്ലൈംഡ് ലഞ്ചോ ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു. എക്സ്ക്ലൈംഡ് എന്ന് വെച്ചാൽ അത്ഭുതപ്പെടുക അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുക. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്കലി. ഞാൻ വിചാരിക്കുന്നത് ഇത് വേഗം കടന്നു പോകുമെന്നാണ്. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്കലി. പക്ഷെ അത് വേഗം കടന്നു പോയില്ല. It held for an hour on the house, the garden, the hillside, the cornfield and the whole valley. ഇത് എന്താ ചെയ്തിരുന്നത്? ഈ വലിയൊരു കാറ്റും ഒക്കെ എന്ന് പറയുന്നത് കുറേ നേരം വീശി ആ പൂന്തോട്ടത്തിലും വീടിൻ്റെ അവിടെയും കുന്നിൻ്റെ ചെരുവിലും ചോളത്തിൻ്റെ ആ ഒരു പാടം പോലെ ഉണ്ടായിരുന്നില്ല, അവിടെയൊക്കെ മൊത്തത്തിലിങ്ങനെ വീശി. ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സോൾട്ട്. അതായത് ഉപ്പ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ ആ പാടം മൊത്തം വെള്ള കളറായി. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദി ട്രീസ്. മരങ്ങളിലൊന്നും ഒറ്റ ഇലകളും ഉണ്ടായിരുന്നില്ല, അത്ര വലിയ കാറ്റായിരുന്നു. ദി കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. ഈ ചോളൊക്കെ ആകെ നശിച്ചു പോയി. ദി ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദി പ്ലാന്റ്സ്. സസ്യങ്ങളിൽ നിന്ന് പൂക്കളൊക്കെ പോയി. ലഞ്ചോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. ലഞ്ചോയുടെ ആത്മാവ് എന്ന് പറയുന്നത് ദുഃഖത്താൽ നിറഞ്ഞു. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. ആ രാത്രി വളരെ ദുഃഖം നിറഞ്ഞതായിരുന്നു. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ വർഷം നമുക്ക് ചോളം ഉണ്ടാവില്ല. ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് അസ്. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. നമ്മളെന്തായാലും ഈ വർഷം വിശപ്പറിയും. ബട്ട് ഇൻ ദി ഹാർട്ട്സ് ഓഫ് ഓൾ ഹു ലിവ്ഡ് ഇൻ ദാറ്റ് സോളിറ്ററി ഹൗസ് ദർ വാസ് എ സിംഗിൾ ഹോപ്പ് ഹെൽപ്പ് ഫ്രം ഗോഡ്. പക്ഷേ അവിടെ ആ ഒറ്റപ്പെട്ട വീട്ടിൽ ജീവിച്ചിരുന്ന എല്ലാവരുടെയും മനസ്സിൽ എന്തുണ്ടായിരുന്നു? ദൈവം സഹായിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. All through the night, Lanjo thought only of his one hope, God. ആ രാത്രി മുഴുവൻ ലഞ്ച് ചിന്തിച്ചിരുന്നത് ഒരേ ഒരു പ്രതീക്ഷ, അതായത് ദൈവം സഹായിക്കുന്നുള്ള പ്രതീക്ഷയിൽ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഉടനെ കേട്ടോ. താങ്ക് യു.